പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം ഒരു പരിക്ക് മാറുന്ന അവസ്ഥയിൽ പോയാലും നിങ്ങൾ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. സംശയിച്ച് പോയാൽ ഇടിച്ച വണ്ടി പോലെയാണത്. വാങ്ങിക്കാമെന്ന് സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല, പക്ഷേ മെക്കാനിക്സ് മനസ്സിലാകും. ഇത് എവിടെയോ തട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ വണ്ടി കച്ചവടത്തിന് നമ്മൾ ആൾക്കാർക്ക് വണ്ടി കൊടുക്കാൻ നേരത്തെ അവർ വണ്ടി നോക്കാൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വരണത് ആരുമായിട്ടായിരിക്കും? മെക്കാനിസ്റ്റുമായിട്ടാണ് വരണത്. അവർ വണ്ടി തട്ടി പൊക്കിയൊക്കെ ബാറ്ററി പൊക്കി നോക്കി അവിടെയൊക്കെ നോക്കിയിട്ടും കുരുക്കി നോക്കും. അവർ വണ്ടി ഇങ്ങനെ ഇട്ട് ആട്ടി നോക്കും. ഇത് മെക്കാനിക്സ് പറയും എവിടെയോ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. ഒന്നിടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ പോയി 10,000 രൂപ. അപ്പം തന്നെ പോയി. ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ 10,000 രൂപ പോയി. അതെന്താ പറഞ്ഞത്? ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും തന്നെ പറഞ്ഞിട്ടില്ല. മെക്കാനിക്സ് വന്നപ്പോഴാണ് പറഞ്ഞത് ഒന്ന് ഇടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഉടനെ എന്താ പറയും? അപ്പം തന്നെ 10,000 രൂപ പോയി. നിങ്ങളെ കണ്ടാൽ ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10,000 രൂപ പോകും. വിശ്വാസത്തിൻ്റെ അകത്ത് ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. എപ്പോഴെങ്കിലും ഒരു വട്ടം സംശയിച്ചാൽ 10,000 രൂപ പോകും. അതാണ് വിഷയം. അതിപ്പോൾ ഈ ജോമേരിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. ജോമേരി വിശ്വാസത്തിലെല്ലാം ഓക്കെയാണ്. അവൾ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ കോൺഫിഡൻസ് പോയെന്നാണ് പറഞ്ഞത്. മതി, വണ്ടി ഇടിച്ച് എൻ്റെ കോൺഫിഡൻസ് പോയി. അത് പ്രഖ്യാപിച്ചോള് എൻ്റെ കോൺഫിഡൻസ് പോയെന്ന്. ഒരിക്കൽ നമ്മൾ വിശ്വാസം വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന വിഷയത്തിന് പുരോഗതി ഇല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ പണി കൊടുക്കണ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി ഇടിച്ച പോലെ പോകും. ഈ ആൾക്കാർക്ക് എല്ലാം പറ്റിക്കുന്ന അബദ്ധം അതാണ്. വിശ്വാസം കൊണ്ടുപോകുന്ന വിഷയമായിട്ട് ഘടിപ്പിക്കും. വിഷയമായിട്ടല്ല ഘടിപ്പിക്കണത്. വിശ്വാസത്തെ വീട്, ജോലി, വിവാഹം, പെൻഷൻ, പ്രോസസ്സ്, PR എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ അതുമായിട്ട് ഘടിപ്പിക്കും. എന്നിട്ട് അതിന് ഡാമേജ് ഉണ്ടാക്കുമ്പോൾ വിശ്വാസത്തിന് ഡാമേജ് ആകും. അപ്പോൾ എന്താ പറയും? മെക്കാനിക്സ് വന്ന് നോക്കുമ്പോൾ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നിൻ്റെ മൂല്യം പോയി. നിൻ്റെ മൂല്യം 10,000 രൂപ താഴെ പോയി. അത് പക്ഷേ എപ്പോഴും ഈ വിശ്വാസം വിഷയങ്ങൾ വാട്ട് എവർ ഹാപ്പൻസ്, ഈ ലോകത്ത് ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന മുമ്പ് കുറേ ട്രയൽ ആൻഡ് എററൊക്കെ ഉണ്ടാവും വിശ്വാസത്തിലെ. പക്ഷേ ആ ട്രയൽ ആൻഡ് എററിലൂടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദൈവത്തെ മിസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം നോക്കണം. ദൈവവും വിഷയവുമായിട്ട് കണക്ട് ചെയ്യരുത്. ഈ ഉടമ്പടിക്കാരുടെ ഒരു മിസ്റ്റേക്ക് ഞാൻ നോക്കിയിട്ട് അവർ ഇൻറ്റൻഷനെയും ഫെയ്ത്തുമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്കറിയാവില്ല, ഇൻറ്റൻഷൻ ബൈ ഇറ്റ്സെൽഫ് ഈസ് അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്താണ്? ജീസസ് ക്രൈസ്റ്റാണ്, ക്രിസ്തുവാണ്. ഈ നമ്മൾ ജീവിത പ്രതിസന്ധികളിലൂടെ ദൈവത്തെ അവലംബിച്ചുകൊണ്ട് നേടാൻ ശ്രമിക്കുന്നതിൻ്റെ അവസാനത്തിൻ്റെ പേരെന്താണ്? ജീസസ് ക്രൈസ്റ്റ്. അവസാനം എന്താ? ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പല നേട്ടങ്ങൾ നേടിയാലും ഈ നേട്ടങ്ങളെല്ലാം യൂസ് ആൻഡ് ത്രോ ആൻഡ് വേസ്റ്റ് ആൻഡ് ഫയറാണ്. പക്ഷേ അതിനപ്പുറത്ത് നമ്മൾ ഇതൊന്നും തീ പിടിക്കാത്ത ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത് നീ ക്രിസ്തുവിൽ നേടിയ കൃപകൾ മാത്രമാണ്. അതുകൊണ്ട് നിൻ്റെ ഈ പാച്ചിൽ അനുഗ്രഹം നേടാൻ വേണ്ടിയുള്ള പാച്ചിലെ ക്രിസ്തുവിനെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. ശ്രുതിയുടെ ഹല്ലേലൂയ. കൃപമതി, സന്തോഷത്തിൽ പറയാം. കൃപമതി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോമേഴ്സിംഗ് പെട്ടെന്ന് തട്ടിയെങ്കിലും കർത്താവിൻ്റെ രീതി അനുസരിച്ച് കർത്താവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. പിന്നീട് റിസൾട്ട് വന്നപ്പോൾ എന്താണ് അവൾക്ക് 94% മാർക്കാണ് ഉള്ളത്. എന്ത് ചെയ്ത്? ഈ സെൻറ്റ് ജോൺസിൽ തന്നെ ഈശോ അവർക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കും. കാര്യം എന്താണ്? അവളോട് സംസാരിക്കാൻ ആ പ്രായത്തിൽ അങ്ങനെ സംസാരിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതാണ് വിഷയം. അവളുടെ പ്രായത്തിന് അങ്ങനെ സംസാരിച്ചാലേ അവൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ആ പിടിവാശിയിൽ കർത്താവ് നിന്ന് കൊടുത്തു. ആ പറഞ്ഞ കോളേജിൽ തന്നെ അഡ്മിഷൻ കൊടുത്തു ശരിക്കും. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ട് വന്നിരിക്കുന്ന സാധനം ഈ വണ്ടി ഉള്ളിടത്തോളം കാലം തന്നെ നിലനിൽക്കും. അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിരന്തരമായൊരു, അതായത് ഇനി ഇതിൻ്റെ ഒരു മാർഗ്ഗം, വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഒരു തട്ടുകേട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിൽ ഒരു കോൺഫിഡൻസ് അല്ലെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യണത് ഒന്നും കൈപ്പറ്റാതെ വിശ്വാസം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ പ്രോജക്റ്റ് എടുക്കണം. അതേ ഇതിൻ്റെ മാർഗ്ഗമുള്ളൂ. ഞാനൊരു ആധ്യാത്മിക ശുശ്രൂഷകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് നൽകുന്നൊരു ഉപദേശമാണ്. ഇൻ കേസ് എവിടെയെങ്കിലും ഇതുപോലെ നിങ്ങൾ വല്ല പൊട്ടത്തറയും വിളിച്ച് പറഞ്ഞ് വിശ്വാസം വണ്ടി ഡാമേജ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളൊരു മാർഗ്ഗമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് ഒന്നും കൈപ്പറ്റാതെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം ഈശോ പറയണത് എന്താ പറഞ്ഞത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകുമെന്നല്ല ചോദിച്ചിരിക്കണത്. മനസ്സിലായ? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾക്ക് ആയിരാരോഗ്യം ഉണ്ടാകുമെന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങളുടെ വീട് വലിയ ബംഗ്ലാവ് പോലെ ഇരിക്കുമെന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താണ്? നിങ്ങൾ സൗഖ്യമായി കണ്ടെത്തുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ സൗഖ്യത്തിനും വീടിനും ജോലിക്കും ജീവിതത്തിനും അപ്പുറത്ത് ദൈവം കാണുന്ന തിരുശേഷിപ്പുണ്ട്. അതാണ് വിശ്വാസം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വരുമ്പോൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ഇത് വളരെ സൂക്ഷിക്കണം. ഇന്നത്തെ ഒരു തീമാണിത്. ലൂക്കാ 18:8 എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ ഫലങ്ങളല്ല ചോദിക്കുന്നത്. വീട്, ജോലി, വിവാഹം, നിങ്ങളുടെ PR പെൻഷൻ, ഇങ്ങനെയുള്ള പരിപാടികൾ അതൊന്നും അല്ല ചോദിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ഇങ്ങനെ ഒന്നുമില്ലാതെ, ഒന്നും നേടാതെ അവശേഷിക്കുന്ന വിശ്വാസത്തിന് എല്ലാം നേടിയതിനേക്കാൾ വരെയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പാടാം, സന്തോഷത്തോടെ പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതുപോലെ ഇതിന് പാരലായിട്ട് പറയാവുന്ന ഒരു സാക്ഷ്യം ഈ ആഴ്ച സംഭവിച്ചത് ആൽഫിയയുടെ സാക്ഷ്യമാണ്. ആൽഫയും ഇതുപോലെയുള്ള ഒരേ ഇതേ ലെവലിലുള്ള സാക്ഷ്യമാണ്. ആൽഫിയയും ഹസ്ബൻഡും ഷാർജയിൽ താമസിക്കുകയാണ്. ആൽഫിയ ആദ്യമേ കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ്. കാര്യം അവർ വിശ്വാസം കൃപാസനം സാധാരണ ഒരു ധ്യാനകേന്ദ്രം പോലെ അല്ലല്ലോ. ഇവിടെ മനുഷ്യന്മാർ എല്ലാ തരത്തിലുള്ള മനുഷ്യരും, എല്ലാ ജാതിക്കാരും, എല്ലാ മതക്കാരും, എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു സങ്കേതമാണ്. അതുപോലെ ദൈവം എല്ലാ ദിവസവും അനുഭവ സാക്ഷ്യങ്ങൾ അതുപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും വരാത്ത ആൾക്കാർക്ക് ഇതെന്തോ കച്ചവടമാണ്, തട്ടിപ്പാണെന്നൊക്കെ ബോധം. അങ്ങനെ സാത്താൻ ആ രീതിയിൽ ഒരു പണിക്കെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനകത്തൊന്നും മൈൻഡ് ചെയ്യണില്ല. എന്താ കാര്യം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. ഏൽപ്പിച്ച ജോലി എന്താണെന്ന് നമുക്കറിയാം. ഇതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഏൽപ്പിച്ച ജോലി. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സന്ദേശത്തെ കൈമാറുന്നതിന് വേണ്ടിയാണ് ദൈവം ഉടമ്പടി തന്നിരിക്കുന്നത്. ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും സാക്ഷ്യം പറയുമെന്ന് പറയാൻ കാര്യം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് നിങ്ങളെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഷൈല ടോജോ എന്ന് പറഞ്ഞൊരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർക്ക് നല്ല ബോധമുണ്ട്. ഷൈല ടോജോ തുടങ്ങണ സാക്ഷ്യം തന്നെ എന്താണ്? അമ്മയുടെ പുണ്യഭൂമിയിലെത്തി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിനെ ഞാൻ നന്ദി പറയുന്നു. കണ്ടാ തുടങ്ങും. അപ്പോൾ തന്നെ അഭിഷേകമായ സാക്ഷ്യം. അമ്മയുടെ പുണ്യഭൂമിയിലെത്തി അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും തന്നെ ബോധമുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും എന്തിൻ്റെ സാക്ഷ്യമാണ്? ഒരു കരിസ്മാറ്റിക് ധ്യാനകേന്ദ്ര സാക്ഷ്യങ്ങളല്ല. പിന്നെന്താണ്? അമ്മയുടെ സമയഘടികാരം നെഞ്ചിൽ ചേർത്തി 10:8 സൂചി കാണിച്ച് ദുരന്തം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കണമെന്ന് 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 മണിക്ക് പറഞ്ഞ അമ്മയുടെ ആ പ്രാർത്ഥനയാണ്. എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുമ്പോഴാണ് അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറയണത്. ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴേ കിട്ടുന്ന സാക്ഷ്യങ്ങളല്ല എന്തിൻ്റെ സാക്ഷ്യങ്ങളാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ കൃപാസനത്തിൽ അവലംബം വെക്കുന്നത് എന്തിനാണ് സാക്ഷ്യം വെക്കുന്നത്? മറിച്ച് അമ്മയുടെ ബേസിക്കായിട്ട് സാക്ഷ്യം വെക്കണതിലാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലാണ്. ആ ഒരു ബോധമാണ് ഇതിൻ്റെ ഫസ്റ്റ് സാക്ഷരത എന്ന് പറയുന്നത്. ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാണ്. എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന മണ്ണിലാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റ്സൊക്കെ എന്താ പറയണത്? ഞാൻ അമ്മയുടെ 90% മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ആ 90% മാർക്ക് കിട്ടണം. പക്ഷേ ഞാനത് ആ മാർക്ക് ലിസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യത്തില്ല. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇവിടെ വന്ന് അമ്മയുടെ പുണ്യഭൂമി നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ മാർക്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. ഞാൻ മാർക്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അമ്മ എനിക്ക് 94% മാർക്ക് തന്നു പറയും. അപ്പോൾ അതായത് അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ഘടിപ്പിച്ച് പോകുന്ന ആൾക്കാർക്കെല്ലാം അതിൻ്റെ നാണയത്തിലാണ് അമ്മ മറുപടി പറയണത്. ആ നാണയത്തിലാണ് അമ്മ മറുപടി പറയുന്നത്.